ഒരു മതത്തിലേക്കോ ഒരു സഭയിലേക്കോ അല്ല ദൈവം നമ്മളെ വിളിക്കുന്നത്. ആ ദൈവിക കവറേജിനുള്ളിലേക്ക് പ്രവേശിക്കുവാനാണ് ദൈവം നമ്മളെ വിളിക്കുന്നത്. ആ രക്ഷയിലേക്ക് കടന്നു വരുവാൻ ദൈവം ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. യേശുവിലൂടെയാണ് മനുഷ്യന് രക്ഷ വരുന്നത്. രക്ഷ എന്ന് പറയുന്നത് കേവലം ഈ ലോകത്തിൻ്റെ പ്രശ്നങ്ങളിൽ നിന്നുള്ളൊരു രക്ഷ മാത്രമല്ല, നമ്മുടെ ശരീരത്തിന്, നമ്മുടെ മനസ്സിന്, നമ്മുടെ ആത്മാവിന് പ്രാപിച്ചവന് ദൈവം കൊടുക്കുന്ന പ്രൊട്ടക്ഷനെ കുറിച്ചാണ് നമ്മളിവിടെ വായിക്കുന്നത്. അതാണ് അവിടെ രണ്ടാമത്തെ വാക്യം, നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ നദിയിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയില്ല. അഗ്നി ജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. അപ്പോൾ ദൈവിക കവറേജിനുള്ളിൽ, ദൈവിക പ്രൊട്ടക്ഷനുള്ളിലേക്കാണ് ദൈവം നമ്മളെ വിളിക്കുന്നത്. അപ്പോൾ യേശുവിൽ വിശ്വസിക്കുന്ന, യേശുവിൽ ആശ്രയിക്കുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ഇതേ പ്രൊട്ടക്ഷൻ, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെയാണ്. അപ്പം നീ എനിക്കുള്ളവൻ തന്നെയാണ് എന്ന് ദൈവം പറയുമ്പോൾ ഈ പറയുന്ന ഒരു പ്രശ്നങ്ങളും നിന്നെ തൊടുവാനിടയാകത്തില്ല. ഈ പറയുന്നത് എന്നെ മുക്കിക്കളയുവാനിടയാകത്തില്ല. അഗ്നിയിലൂടെ ഞാൻ കടക്കുമ്പോൾ അതെന്നെ ദഹിപ്പിക്കത്തില്ല. തീയിലൂടെ ഞാൻ കടക്കുമ്പോൾ എന്നെ ഇത് വെന്തു പോകുവാൻ സമ്മതിക്കത്തില്ല. ആ പ്രൊട്ടക്ഷനുള്ളിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഈ ലോകത്തിലായിരിക്കുന്ന സകല വിഷയങ്ങളിൽ നിന്നും ദൈവിക കവറേജിനുള്ളിലേക്ക് കയറി നിൽക്കുന്ന ആ വ്യക്തികളെ ദൈവം പ്രൊട്ടക്റ്റ് ചെയ്യും. ദൈവം അവരെ കാക്കുവാൻ, ദൈവം അവരെ വഴി നടത്തുവാനിടയായിത്തീരും. ദൈവിക നീതിയിൽ, ദൈവവചനം ഞാൻ അനുസരിച്ച് നടക്കുമ്പോൾ ദൈവിക നീതിയിൽ എന്നെ ദൈവം നടത്തുവാനിടയായിത്തീരും. അതിനാണ് നമുക്ക് പരിശുദ്ധാത്മാവിനെ ദൈവം നൽകി തന്നിരിക്കുന്നത്. പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളും നടക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ സകല സത്യത്തിലും വഴി നടത്തുവാനിടയായിത്തീരും. അപ്പോൾ പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ച് ദൈവിക സ്നേഹത്തിൽ, യേശുവിൻ്റെ കൃപയിൽ നമുക്ക് മുൻപോട്ട് പോകുവാനിടയായിത്തീരാം. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവിക പ്രൊട്ടക്ഷൻ നിന്നോടുകൂടെയുണ്ട്. നിന്നെ ഞാൻ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. അതുകൊണ്ട് നിന്നെ നിർമ്മിച്ചവനായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ഭയപ്പെടേണ്ട, കർത്താവ് നിന്നെ വീണ്ടെടുത്തിരിക്കുകയാണ്.